നമ്മൾ എന്താവണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതെങ്ങനെയായിരിക്കണം? അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ ബോധത്തോടുകൂടി നമ്മൾ വളരുക എന്നുള്ളതാണ്. ഒരു ശാസ്ത്രീയ അപബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭരണഘടനയുടെ, നമ്മളുടെ ഭരണഘടനയുടെ 51AH എന്ന് പറയുന്ന ഭാഗം നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. It shall be the duty of every citizen of India to develop scientific temper, spirit of inquiry and humanism. It shall be the duty of every citizen of India. It shall be the duty of every citizen. നമ്മുടെ ഈ ഇവിടുത്തെ ഓരോ പൗരന്റെയും കടമ എന്നാണ് പറയുന്നത്. To develop scientific temper, ശാസ്ത്രീയ അവബോധം വളർത്തുക. സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണാത്മകത ഉണ്ടാവുക. അന്വേഷണാത്മകത എന്ന് പറയുന്നത് എന്താണ്? ചോദ്യം ചോദിക്കാൻ പഠിക്കുക, ചോദ്യം ചെയ്യുക. അന്വേഷണാത്മകത, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഹ്യൂമനിസം, മാനവികത ഉണ്ടാവുക. ഒരുപക്ഷെ മാനവികതയുടെ കാര്യത്തിൽ നിങ്ങൾ കുട്ടികളെ പോലെ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു സമൂഹമില്ല എന്ന് തന്നെ പറയാം. അതായത് നിറങ്ങളുടെ പേരിലും വർണ്ണങ്ങളുടെ പേരിലും ഇന്നത്തെ മുതിർന്ന സമൂഹം വേർതിരിച്ച് പക്ഷമായി നിൽക്കുമ്പോൾ ഈ മതങ്ങളോ വർണ്ണങ്ങളോ ഒന്നുമില്ലാതെ ഒരുപോലെ പെരുമാറാൻ കഴിയുന്നത് ഇന്ന് നിങ്ങൾ കുട്ടികൾ മാത്രമാണ്. അതുപോലെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ തരത്തിലുള്ള ആൾക്കാരെ, അത് ലെസ്ബിയൻ ആവട്ടെ, ഗേ ആവട്ടെ, ട്രാൻസ്ജെൻഡർ ആകട്ടെ, എന്തുമാകട്ടെ, ഏത് മനുഷ്യനുമാകട്ടെ, എല്ലാം മനുഷ്യരാണ് എന്ന് കാണാനുള്ള ഒരു തലമുറയാണ് നിങ്ങളുടേത്. നിങ്ങളൊക്കെ ഇരിക്കുമ്പോ ചിലപ്പം നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ പറയാതിരിക്കും, എന്റെയൊക്കെ കുട്ടിക്കാലം ഒന്ന് അറിയണമായിരുന്നടാ എന്ന്, അല്ലേ? അങ്ങനെയുള്ള ആ കുട്ടിക്കാലം ഏറ്റവും മഹത്തരം എന്ന് പറയുന്ന ചില ആൾക്കാർ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അങ്ങനെ പോകുന്ന നിങ്ങളുടെ ഈ ഒരു തലമുറയെ അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കണമോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ പൊതുവെ ലഹരിയുടെ ഉപയോഗം മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ പറയാറുണ്ട്, അല്ലെ? നമ്മൾ പൊതുവെ സമൂഹത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികളെല്ലാം വളരെ മോശക്കാരാണെന്ന. ഒരിക്കലുമല്ല. വളരെ 1% താഴെയുള്ള കുട്ടികൾ മാത്രമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഉണ്ടായിട്ടുള്ളത്. ഇത് ഡേറ്റാബേസിൽ സംസാരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഡേറ്റ വെച്ച് വേണം, അത് സയൻസിന്റെ ഒരു രീതിയാണ്. സയൻസിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നുള്ളതല്ല. ആദ്യം നമ്മളൊരു നിരീക്ഷണം നടത്തും, പിന്നെ അതിൽ നിന്നൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവും. ആ ഹൈപ്പോത്തിസിസിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തും. ആ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരും. ആ കാര്യം ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും പരീക്ഷണം നടത്തും. അങ്ങനെ ആര് പരീക്ഷിച്ചാലും എപ്പോഴും സാധ്യമാകുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് സയൻസിന്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ബേസിലായിരിക്കണം നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്. അതാണ് സയന്റിഫിക് ടെമ്പർ എന്ന് നേരത്തെ പറയുന്നത്. ഒരു സയന്റിഫിക് നോളജും സയന്റിഫിക് ടെമ്പറും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. സയന്റിഫിക് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അറിവ് ഇങ്ങനെ കൂട്ടുക, ഒരുപാട് അറിവുണ്ടായിരിക്കും. പക്ഷേ അയാള് ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ അയാൾക്ക് ഒരുപക്ഷെ കഴിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു രോഗം വരുമ്പോൾ മുജ്ജന്മ പാപങ്ങളിൽ വിശ്വസിക്കുന്നത്, ആ ഒരു രീതി. എന്നാൽ ഒരു സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അത് വിശ്വസിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ വരുത്തുക എന്നുള്ളതാണ് സയന്റിഫിക് ടെമ്പർ. നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമുക്ക് സംഭാവന നൽകിയ ഒരു വാക്കാണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ളത്. ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഈ ഡേറ്റാബേസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ വളരെ ബഹുദൂരം മുന്നിലേക്ക് ഉള്ള കുട്ടികൾ തന്നെയാണ്. വളരെ 1% താഴെ മാത്രമാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ. പക്ഷെ ആ 1% എന്ന് പറയുന്നത് ഒരു കുട്ടിയെ പോലും നമുക്ക് അതിലേക്ക് കടത്തിവിടാൻ കഴിയില്ല. അത് പറ്റില്ല. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ മെനയണം. ആ യുദ്ധതന്ത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആ വിജയത്തിലേക്ക്
നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ.